യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നിയുടെ ശ്രോതാക്കൾക്ക് യേശു ക്രിസ്തുവിന്റെ അനുഗ്രഹ നാമത്തിൽ കൃപയും സമാധാനവും. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന തിരുവചനം പുറപ്പാടിന്റെ പുസ്തകത്തിൽ 23-ാം അധ്യായം 25-ഉം 26-ഉം വാക്യങ്ങൾ. നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. ദൈവ ആരാധനയെക്കുറിച്ച് ഒരു ദൈവ പൈതൽ വളരെ കൃത്യമായ വിധത്തിൽ ബോധ്യപ്പെടണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് കർത്താവ് നൽകുന്ന ദൂതിനെ പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപാവരത്താൽ ആഴത്തിൽ ബോധ്യപ്പെടുവാൻ ഈ നിമിഷങ്ങളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. ഓ ദൈവമേ, അവിടുത്തെ അത്യുന്നതമായ ആത്മാവിനെ ഇപ്പോൾ വർഷിക്കണമേ. കേൾക്കുന്ന വചനങ്ങൾ അനുഗ്രഹമായി മാറുവാൻ, കേൾക്കുന്ന വചനങ്ങളിലൂടെ ദൈവജനം വിടുതൽ പ്രാപിക്കുവാൻ, ഇപ്പോൾ എല്ലാ കുടുംബങ്ങളിലും ദൈവാരാധനയുടെ ആത്മാവ് നിറയുവാൻ പരിശുദ്ധാത്മാവേ, പിതാവേ, പുത്രനായ യേശുവേ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഹാലലുയ്യ, 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 ഹാലലുയ്യ. വചനത്താൽ കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ, വചനത്താൽ ഹൃദയങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ, വചനത്താൽ എല്ലാ ജീവിതങ്ങളും നവീകരിക്കപ്പെടട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹാലലുയ്യ, ഹാലലുയ്യ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത് ദൈവ പൈതൽ നൽകിയിട്ടുള്ള മറ്റ് പല കൽപ്പനകൾ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ്. ദൈവത്തെ സ്നേഹിക്കണം, ദൈവം പറഞ്ഞു. ദാനധർമ്മം ചെയ്യണം, ദൈവം പറഞ്ഞു. ദശാംശം കൊടുക്കണം, ദൈവം പറഞ്ഞു. അതുപോലെ തന്നെ വളരെ അനുഗ്രഹങ്ങൾ വിളിച്ചു വരുത്തുന്ന വലിയൊരു രക്ഷയുടെ വഴിയാണ് ദൈവാരാധന. നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം ഞാൻ നിർമ്മാർജ്ജനം ചെയ്യും. ഗർഭഛിദ്രമോ വന്ധ്യതയോ നിങ്ങളുടെ നാട്ടിൽ ഉണ്ടാവുകയില്ല. ദൈവത്തെ ആരാധിക്കുന്ന ദൈവവേദലിന് ഒരുപാട് വാഗ്ദാനങ്ങൾ വിശുദ്ധ ലിഖിതങ്ങളിലൂടെ ദൈവം നൽകിയിട്ടുണ്ട്. ഞാനൊരു സംഭവം ഓർമ്മിക്കുകയാണ്. ഏതാണ്ട് 8 വർഷങ്ങൾക്ക് മുമ്പ് സഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ ഒരു ദൈവ പൈതൽ ധ്യാനിക്കാൻ വന്നു. ആ ദൈവ പൈതൽ ധാരാളം പഠിച്ചിട്ടുണ്ടെങ്കിലും ഒരു വിധത്തിലും ഒരു ജീവിതത്തിലേക്ക് ഒരു വരുമാനം ഇല്ലാതെ അദ്ദേഹം ക്ലേശിക്കുകയാണ്. അങ്ങനെ ധ്യാനം കൂടുമ്പോൾ കർത്താവിന്റെ ആത്മാവ് ധ്യാന സമൂഹത്തിന് വേണ്ടി ഒരു വചനം വെളിപ്പെടുത്തി. നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും. ധ്യാന ദിവസങ്ങളിൽ ഈ ചെറുപ്പക്കാരൻ വളരെ അസ്വസ്ഥനായി ധ്യാനത്തിന് 3-ാം ദിവസം അച്ഛന്റെ അടുത്ത് വന്നു. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, എന്റെ ജീവിതത്തിൽ നിരാശ എന്നെ പിടികൂടിയിരിക്കുകയാണ്. ഞാൻ എത്ര കുറെ പഠിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. ഞാൻ കുറെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ജോലിയും കിട്ടുന്നില്ല. അപ്പോൾ ആ ദൈവപൈതലിന് വേണ്ടി കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. കർത്താവ് പുറപ്പാടിന്റെ പുസ്തകത്തിൽ 23-25 ദൂത സന്ദേശമായി തന്നു. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം, അപ്പോൾ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ഞാൻ ആശീർവദിക്കും. ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കുമെന്ന് പറയുമ്പോൾ കർത്താവ് തിരുലിഖിതങ്ങളിൽ വെളിപ്പെടുത്തുന്നത് നാം കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ ആശീർവദിക്കും എന്നുള്ളതിനേക്കാൾ ഉപരിയായി നമ്മുടെ ഉപജീവന മാർഗങ്ങളെ അനുഗ്രഹിക്കുമെന്നുള്ളത് അത്രേ. ഞാൻ ആ ദൈവവേദനോട് പറഞ്ഞു, നിന്റെ ഉപജീവന മാർഗങ്ങളെ അനുഗ്രഹിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. നിന്റെ ഉപജീവന മാർഗങ്ങളിൽ വ്യത്യാസം വരുത്താൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവ് നിന്നെ രക്ഷയിലേക്ക് നയിക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവാണ്. അതുകൊണ്ട് കർത്താവ് നിന്നോട് ആവശ്യപ്പെടുന്നു, നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം. നിന്റെ കർത്താവിനെ നീ ആരാധിക്കാറുണ്ടോ? അവൻ പറഞ്ഞു, എന്റെ ജീവിതത്തിൽ ദൈവാരാധന ഇല്ല. ഞായറാഴ്ച പള്ളിയിൽ പോയി സാബത്ത് ആചരിക്കുന്ന രീതിയില്ല. രാത്രിക്ക് സന്ധ്യാപ്രാർത്ഥനയിൽ പങ്കുചേരുന്ന രീതി എനിക്കില്ല. ഞാൻ ഒരു പോക്കൻ രീതിയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് തോന്നിയാസങ്ങളുണ്ട്. ആ ദൈവപൈതലിനോട് പരിശുദ്ധാത്മാവിന്റെ ദൂത അറിയിച്ചു. ഈ ധ്യാനത്തിൽ വെച്ച് പൂർണ്ണമായി അനുദപിച്ച് ദൈവവിവിധമായ വഴികളെ കുറിച്ച് പശ്ചാത്തപിച്ച് ഏറ്റുപറഞ്ഞ് നല്ലൊരു കുമ്പസാരം നടത്തുകയും കർത്താവിനെ ആരാധിക്കുന്ന, കർത്താവിന് ആരാധന കൊടുക്കുന്ന, കർത്താവിനെ ആരാധിക്കുന്ന ഒരു പൈതലായി നീ മാറുകയും ചെയ്താൽ നിന്റെ ഉപജീവന മാർഗത്തിൽ കർത്താവിന്റെ പ്രത്യേകമായ ഇടപെടൽ ഉണ്ടാകും. ആ ദൈവപൈതലിന് പരിശുദ്ധാത്മാവ് ഉറപ്പ് നൽകി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ ദൂത് പ്രകാരം ആ ധ്യാന ദിവസങ്ങളിൽ അവൻ കണ്ണീരോടെ കുമ്പസാരിച്ചു. അവൻ നിലവിളിച്ച് പാപത്തെക്കുറിച്ച് അനുദപിച്ച് പൊട്ടിക്കരഞ്ഞവൻ പാപങ്ങൾ ഏറ്റു പറഞ്ഞു. അവൻ ദൈവത്തെ ആരാധിക്കുന്ന പൈതലായി. ധ്യാന ദിവസങ്ങളിൽ മുട്ടുമടക്കി കർത്താവിനെ ആരാധിക്കുന്ന എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ധ്യാനത്തിന് ശേഷവും ഞായറാഴ്ചകളിലും മറ്റു ദിവസങ്ങളിലെല്ലാം
ദൈവാരാധനയിൽ ആവേശമുള്ള ഒരു പൈതലായോ മാറി. അട്ടപ്പാടിയുടെ ഒരു കുഗ്രാമത്തിൽ ഒരു പാവപ്പെട്ട കർഷക കുടുംബത്തിൽ നിന്ന യുവാവാണ് അദ്ദേഹം. ആ യുവാവിന് സാമ്പത്തികമായി ഞെരുക്കമുണ്ടെങ്കിലും ആത്മാവിൽ സമ്പന്നനായി അദ്ദേഹം ദൈവാരാധനയുള്ള ഒരു പൈതലായി മാറി. ദൈവാരാധനയുള്ള പൈതലായി മാറിയപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് പെട്ടെന്ന് വാതിലുകൾ തുറക്കപ്പെട്ടു. ഇന്ന് 8 വർഷത്തെ ചുരുങ്ങിയ കാലാവധിക്കുള്ളിൽ പ്രതിമാസം 1.5 ലക്ഷം രൂപ ലാഭമുള്ള വലിയ ഒരു ബിസിനസ് ശൃംഖലയുടെ ഉടമസ്ഥനായി ആ ചെറുപ്പക്കാരൻ മാറി. 10, 25, 28 വയസ്സ് പ്രായം കൊണ്ട് ഒരു പ്രതിമാസം 1.5 ലക്ഷം രൂപ ലാഭമുള്ള വലിയൊരു ബിസിനസ് ശൃംഖലയുടെ ഉടമയായി അദ്ദേഹം ഇന്ന് ഗോവയിൽ വിരാജിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, അദ്ദേഹം ഗോവയിൽ ചെന്നപ്പോൾ, അദ്ദേഹം ബിസിനസ് ശൃംഖല വളർന്നു വന്നപ്പോൾ കൂടുതൽ പണം ഉണ്ടാക്കണമെന്നല്ല അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ബിസിനസ് വളർന്നു വന്നപ്പോൾ, അദ്ദേഹത്തിന്റെ ചുറ്റുപാടുകൾ വർദ്ധിച്ചു വന്നപ്പോൾ അദ്ദേഹം കൂടുതൽ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. അദ്ദേഹം ഗോവയിൽ ദൈവവേല ചെയ്ത് ധാരാളം ദൈവമക്കൾ അട്ടപ്പാടി സഗിയോൻ ധ്യാനകേന്ദ്രത്തിലേക്ക് പറഞ്ഞയച്ചു. അദ്ദേഹം ഗോവയിൽ മുട്ടുമടക്കി കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരുന്ന കാലങ്ങളൊക്കെയും കർത്താവ് അങ്ങനെ ഉയർത്തിക്കൊണ്ടിരുന്നു. ഇതാ അദ്ദേഹത്തിന്റെ ദൈവാരാധന കർത്താവിന് പ്രീതികരമായതിനാൽ അദ്ദേഹത്തിന്റെ ആരാധനയിൽ സംപ്രീതനായ കർത്താവ് ഇന്ന് അദ്ദേഹത്തെ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഇംഗ്ലണ്ടിലേക്ക് ബിസിനസ്സുമായി കൊണ്ടുപോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദൈവവൈതൽ മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെ ജീവിതത്തിൽ കടന്ന് വലിയ ഞെരുക്കത്തിന്റെ പിടിയിൽ അമർന്നു പോകുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു കാരണം നിങ്ങൾക്ക് ദർശിക്കാൻ സാധിക്കും. ജീവിതത്തിൽ ദൈവാരാധന ഉപേക്ഷിച്ച ഒരുപാട് നാളുകളും കാലങ്ങളും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നിരിക്കും. ദൈവാരാധന ഉപേക്ഷിച്ച ഒരു ദൈവ പൈതൽ ജീവിതത്തിൽ സാമ്പത്തിക മണ്ഡലത്തിൽ വളരെ പ്രതികൂലങ്ങൾ നേരിടുന്നതിന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ദൈവാരാധനയിലേക്ക് കടന്നു വന്നിട്ടുള്ള ദൈവമക്കൾ സാമ്പത്തിക മണ്ഡലത്തിൽ അതിവേഗം ഉയർച്ച പ്രാപിക്കുന്നതും എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാന വചനം ഇതാണ്: നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം, അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും. ഞാൻ നിങ്ങളുടെ ഉപജീവന മാർഗങ്ങളെ ആശീർവദിക്കും. കർത്താവ് വളരെ വ്യക്തമായും വളരെ സ്പഷ്ടമായും ദൈവമക്കൾക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനമാണിത്. ഒരു ദൈവ പൈതൽ കർത്താവിനെ ആരാധിക്കുന്നതിൽ ആവേശമുള്ളവനായിരിക്കണം. ഒരു ദൈവ പൈതൽ കർത്താവിന്റെ കാര്യങ്ങളിൽ താല്പര്യമുള്ളവനായിരിക്കണം. ഒരു ദൈവ പൈതൽ കർത്താവിന്റെ വേലയിൽ അലസനായിരിക്കുന്നത് കർത്താവ് അംഗീകരിക്കുന്നില്ല. ജെറമ്യായുടെ പുസ്തകത്തിൽ 48:10 വചനം പഠിപ്പിക്കുന്നു: കർത്താവിന്റെ വേലയിൽ അലസനായവൻ ശപിക്കപ്പെട്ടവൻ. വിശുദ്ധ ലിഖിതം ഇപ്രകാരം പഠിപ്പിക്കുകയാണ്: കർത്താവിന്റെ വേലയിൽ അലസനായവൻ ശപിക്കപ്പെട്ടവൻ. എന്താണ് കർത്താവിന്റെ വേല? ആത്മീയ കാര്യങ്ങൾക്ക് വില കൊടുക്കാത്ത ജീവിതം, ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമില്ലാത്ത ജീവിതം, പ്രാർത്ഥന, ആരാധന, കുർബാന, ബൈബിൾ വായന, ദൈവിക കാര്യങ്ങളോട് ഉത്സാഹമില്ലാത്ത ജീവിതം, ദൈവിക കാര്യങ്ങൾ വിലയില്ലാതെ എണ്ണുന്ന ജീവിതം, അങ്ങനെയുള്ള ജീവിതങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്ന പ്രകാരമാണ് അങ്ങനെയുള്ള ജീവിതങ്ങൾ പൂഴിയിൽ എഴുതിയ പേര് പോലെ മാഞ്ഞു പോകും. ജെറമ്യായുടെ പുസ്തകത്തിൽ 17-ാം അധ്യായത്തിൽ വചനം പഠിപ്പിക്കുന്ന പ്രകാരമാണ്: ഇസ്രായേലിന്റെ പ്രത്യാശയായ ദൈവമേ, അങ്ങയെ ഉപേക്ഷിക്കുന്നവരെല്ലാം ലജ്ജിതരാകും. ഇസ്രായേലിന്റെ പ്രത്യാശയായ ദൈവമേ, കർത്താവെ, അങ്ങയെ ഉപേക്ഷിക്കുന്നവരെല്ലാം ലജ്ജിതരാകും. വീണ്ടും വചനം പഠിപ്പിക്കുകയാണ്: അങ്ങയിൽ നിന്ന് പിന്തിരിയുന്നവർ പൂഴിയിൽ എഴുതിയ പേര് പോലെ അപ്രത്യക്ഷരാകും. ദൈവാരാധന വിട്ട്, പ്രാർത്ഥനയുടെ വഴികൾ വിട്ട്, ആത്മീയത മാർഗങ്ങൾ വിട്ട് സ്വന്തം മാർഗത്തിലൂടെ നടക്കുന്നവർ, ആത്മീയ കാര്യങ്ങൾ വിലയില്ലാത്തതായി എണ്ണുന്നവർ, കർത്താവിനെ ഉപേക്ഷിച്ച് യാത്ര ചെയ്യുന്നവരെ കുറിച്ച് ജെറമ്യ 17:13 പഠിപ്പിക്കുകയാണ്: അങ്ങയിൽ നിന്ന് പിന്തിരിയുന്നവർ പൂഴിയിൽ എഴുതിയ പേര് പോലെ അപ്രത്യക്ഷരാകും. എന്നാൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു പൈതലോ, ദൈവത്തിന്റെ വഴികളിലൂടെ നടക്കുന്നതിൽ ആവേശം കൊള്ളുന്ന ഒരു ദൈവ പൈതലിന്റെ കാര്യത്തെ കുറിച്ച് വചനം പഠിപ്പിക്കുന്ന പ്രകാരമാണ്: ആ ദൈവ പൈതലിന് വേണ്ടി ഞാൻ പാളയത്തിൽ ഇറങ്ങി സഞ്ചരിക്കും, ആ ദൈവ പൈതലിന് വേണ്ടി ഞാൻ കാര്യങ്ങൾ ക്രമീകരിക്കും, ആ ദൈവ പൈതലിന് എതിരെ വരുന്ന ശത്രുക്കളെ ഞാൻ കീഴ്പ്പെടുത്തി കൊടുക്കും. നിയമാവർത്തന പുസ്തകത്തിൽ 23-ാം അധ്യായത്തിൽ 14-ാം തിരുവചനം, നിയമാവർത്തനം 23:14: നിനക്ക് സംരക്ഷണം നൽകാനും സുരക്ഷിതത്വം നൽകാനും നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിനക്ക് കീഴ്പ്പെടുത്തി തരാനും നിന്റെ ദൈവമായ കർത്താവ് പാളയത്തിലൂടെ സഞ്ചരിക്കും.
ദൈവത്തിന്റെ വചനത്തിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്, ഒരു ദൈവ പൈതൽ ദൈവത്തെ ആരാധിക്കുന്ന പൈതലാണെങ്കിൽ ആ ദൈവ പൈതലിന് വേണ്ടി ആ ദൈവ പൈതലിന്റെ പാളയത്തിൽ കർത്താവ് സഞ്ചരിക്കുന്നുണ്ട്. ആ ദൈവ പൈതലിന്റെ കൃഷിയിടത്തിൽ കർത്താവ് സഞ്ചരിക്കുന്നുണ്ട്. ആ ദൈവ പൈതൽ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ, ആ ദൈവ പൈതൽ ഒരു ജോലിക്ക് വേണ്ടി പോകുമ്പോൾ, ആ ദൈവ പൈതൽ ഒരു ബിസിനസിന് വേണ്ടി പോകുമ്പോൾ, ആ ദൈവ പൈതൽ പഠനത്തിന് വേണ്ടി പോകുമ്പോൾ, ആ ദൈവ പൈതൽ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ കർത്താവിന്റെ ദൂതൻ അദ്ദേഹത്തിന് മുമ്പേ യാത്ര ചെയ്യുന്നു. കർത്താവ് അദ്ദേഹത്തിന്റെ പാളയത്തിലൂടെ സഞ്ചരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് കർത്താവ് അദ്ദേഹത്തിന്റെ കൂടെ യാത്ര ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാണ് കർത്താവ് അദ്ദേഹത്തിന്റെ പാളയത്തിൽ ഇറങ്ങി സഞ്ചരിക്കുന്നത്? വചനം പഠിപ്പിക്കുന്നു, നിന്നെ സംരക്ഷിക്കാനും നിന്റെ ശത്രുക്കളെ നിനക്ക് കീഴ്പ്പെടുത്തി തരാനും നിന്റെ ദൈവമായ കർത്താവ് പാളയത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ദൈവത്തെ ആരാധിക്കുന്ന ഒരു പൈതലിനെ കുറിച്ച്, ദൈവത്തെ ആരാധിക്കുന്ന ഒരു കുടുംബത്തെ കുറിച്ച്, ദൈവത്തെ ആരാധിക്കുന്ന സമൂഹത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ വെളിപ്പാടാണിത്. ദൈവം ആ സമൂഹത്തെ വിലയുള്ളതായി എണ്ണുന്നുണ്ട്. ദൈവ കുടുംബത്തെ വിലയുള്ളതായി എണ്ണുന്നുണ്ട്. ദൈവ വ്യക്തിയെ വിലയുള്ളതായി എണ്ണുന്നുണ്ട്. ദൈവത്തിന്റെ അംഗീകാരം അവന്റെ മേലുണ്ട്. അതുകൊണ്ട് അവന്റെ മേൽ ദൈവത്തിന്റെ സംരക്ഷണമുണ്ട്. വചനം പഠിപ്പിക്കുകയാണ്, നിന്നെ സംരക്ഷിക്കാനും നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിനക്ക് കീഴ്പ്പെടുത്തി തരാനും നിന്റെ ദൈവമായ കർത്താവ് പാളയത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. സക്കറിയ പ്രവാചന പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ 9-ാം തിരുലിഖിതം ദൈവമക്കൾക്ക് നൽകുന്ന വലിയൊരു വെളിപാടുണ്ട്. സക്കറിയ 12:9, ജെറൂസലേമിനെതിരെ വരുന്ന ശത്രുക്കളെല്ലാം അന്ന് ഞാൻ സംഹരിച്ചു കളയും. ജെറൂസലേം എന്ന് പറഞ്ഞ ദൈവാരാധനയുടെ സ്ഥലമാണ്. ജെറൂസലേം എന്ന് പറഞ്ഞ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പുള്ള സ്ഥലമാണ്. ജെറൂസലേം എന്ന് പറഞ്ഞ ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവീക മാർഗത്തിൽ നടക്കുന്നതിൽ സന്തോഷിക്കുന്ന ദൈവത്തിന്റെ സമൂഹത്തെയാണ് ജെറൂസലേം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ദൈവത്തിന്റെ പൈതങ്ങളുടെ കൂട്ടത്തെയാണ് ജെറൂസലേം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. വചനം സക്കറിയ 12:9 പഠിപ്പിക്കുകയാണ്, അന്ന് ഞാൻ ജെറൂസലേമിനെതിരെ വരുന്ന സകല ശത്രുക്കളെയും നശിപ്പിച്ചു കളയും. അന്ന് ഞാൻ ജെറൂസലേമിനെതിരെ വരുന്ന സകല ശത്രുക്കളെയും നശിപ്പിച്ചു കളയും. എതിരുകളെയും കോട്ടകളെയും അവിടുന്ന് കീഴ്പ്പെടുത്തി തരും. ഒരു ദൈവ പൈതലിന് ദൈവത്തിന്റെ അത്യുദാരമായ സംരക്ഷണം, അത്യുദാരമായ സ്നേഹം, അത്യുദാരമായ ഇടപെടലുകൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിത യാത്രയിൽ, ജീവിതത്തിന്റെ പാതകളിൽ ആഗ്രഹിക്കുന്നുണ്ടോ? അദ്ദേഹം ദൈവത്തെ ആരാധിക്കുന്ന ഒരു പൈതലാകണമെന്ന് ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവമക്കളോട് ആവശ്യപ്പെടുകയാണ്. പുറപ്പാട് 23, 25, 26 വാക്യങ്ങൾ, നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് ഞാൻ രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യും. വന്ധ്യതയോ ഗർഭഛിദ്രമോ നിങ്ങളുടെ നാട്ടിൽ പോലും ഉണ്ടാവുകയില്ല. ഞാൻ ഓർക്കുന്നുണ്ട് ഒരു കുടുംബം, ആ കുടുംബം സഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടുമ്പോൾ ഒരുപാട് കടബാധ്യതകളും, അതുപോലെ തന്നെ എത്ര ശ്രമിച്ചിട്ടും കുടുംബത്തിൽ നിന്ന് ഒരു മോചനമില്ലാതെ, സാമ്പത്തിക കുടുക്കുകളിൽ നിന്ന് മോചനമില്ലാതെ വട്ടം കറങ്ങി ദുരിതം അനുഭവിക്കുന്ന ഒരു സാഹചര്യം കാസർഗോഡ് നിന്നുള്ള കുടുംബം പരിചയപ്പെടുമ്പോൾ ആ കുടുംബം അച്ഛനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ഛാ, എന്റെ ഭാര്യ ഇംഗ്ലണ്ടിൽ നേഴ്സായിട്ട് ജോലിക്ക് പോകാനായിട്ട് കാര്യങ്ങൾ ശരിയായെങ്കിലും വർക്ക് പെർമിറ്റ് കിട്ടുന്നില്ല. ഓരോ കാര്യത്തിന് വേണ്ടി ചെല്ലുമ്പോൾ ഒന്നിനു പിറകെ ഒന്നായി തടസ്സങ്ങൾ വരികയാണ്. എനിക്കും ഇംഗ്ലണ്ടിലേക്ക് പോകണമെന്നുണ്ട്, എന്നാൽ എനിക്ക് വിസ കിട്ടുന്നില്ല. ഞാനും വളരെയധികം ദുരിതത്തിലാണ്. നിരാശ തോന്നുകയാണ്, ജീവിതത്തിൽ മടുപ്പ് തോന്നുകയാണ്. ഒന്നും ശരിയാകുന്നില്ല. ഒരെണ്ണം ശരിയാകുമ്പോൾ അടുത്ത് ശരിയാവില്ല. അങ്ങനെ വട്ടം കറങ്ങി നടക്കുന്ന സാഹചര്യം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് കൺവെൻഷൻ കൂടുന്നത്. കൺവെൻഷൻ ദിനങ്ങളിൽ കർത്താവിന്റെ ദൂത് അദ്ദേഹം കേട്ടു. ദൈവജനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കർത്താവിനെ കുറിച്ച് അദ്ദേഹം അറിഞ്ഞു. അദ്ദേഹം വലിയ താല്പര്യത്തോടെ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. ദൈവത്തിന്റെ മുമ്പിൽ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചു. ദൈവത്തിന് ജീവിതത്തിൽ ദൈവാരാധനയ്ക്ക് സ്ഥാനം കൊടുത്തു. കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദിനരാത്രങ്ങൾ അല്ലെങ്കിൽ ദിവസങ്ങളോളം അദ്ദേഹം മുട്ടുമടക്കി പ്രാർത്ഥിക്കുകയും കർത്താവിന് മുമ്പിൽ കർത്താവിന് പ്രീതികരമായ വിധം ജീവിതത്തെ വിശുദ്ധീകരിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജനുവരി മാസത്തിൽ മലബാർ ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിലെ കൺവെൻഷനിൽ പങ്കെടുത്തു. ഫെബ്രുവരിയിൽ ഒരു പൂർണ്ണ ധ്യാനത്തിൽ പങ്കെടുക്കാൻ കർത്താവ് അദ്ദേഹത്തിന് കൃപ കൊടുത്തു. ആ ധ്യാനത്തിൽ വെച്ച് കർത്താവിനെ ആരാധിക്കുന്ന നല്ലൊരു പൈതലായി വീണ്ടും കർത്താവ് അഭിഷേകം ചെയ്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 മാസത്തിനുള്ളിൽ 60 ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഇംഗ്ലണ്ടിൽ വർക്ക് പെർമിറ്റ് ലഭിക്കുകയും അദ്ദേഹം ജോലി പ്രവേശിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിനും വിസ ലഭിച്ച് ഇംഗ്ലണ്ടിൽ പോയി സകുടുംബം ഒന്നിച്ച് ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള സാഹചര്യങ്ങൾ കർത്താവിന്റെ ഇടപെടലുകളാൽ കർത്താവ് തുറന്നു കൊടുത്തു. അദ്ദേഹം ഇംഗ്ലണ്ടിൽ നിന്ന് എഴുതിയൊരു എഴുത്തിൽ അദ്ദേഹം പറഞ്ഞു ഓർമ്മിക്കുകയാണ്, ഞങ്ങൾ എന്നും കർത്താവിനെ ആരാധിക്കുന്ന കുടുംബമായിരിക്കും. ഞാനും എന്റെ കുടുംബവും യഹോവയെ സേവിക്കും. ഞാനും എന്റെ കുടുംബവും കർത്താവിനെ ആരാധിക്കും. ഞാൻ കർത്താവിനുള്ളിൽ മുട്ടുകൾ മടക്കും. കർത്താവിനുള്ളിൽ മുട്ടുമടക്കുന്നതിൽ ഞാൻ അഭിമാനം കൊള്ളും. അദ്ദേഹത്തിന്റെ ജീവിതം ഇന്ന് മേൽക്കുമേൽ സമൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇംഗ്ലണ്ടിൽ വിദേശ രാജ്യത്താണെങ്കിൽ പോലും അദ്ദേഹത്തിന് യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ എല്ലാ മേഖലകളിലും ഗവൺമെന്റ് തലങ്ങളിൽ തടസ്സങ്ങൾ മാറി പെട്ടെന്ന് എല്ലാ പേപ്പേഴ്സും ഓക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കർത്താവാണ്. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കർത്താവ് എന്നോട് നിങ്ങളോട് ആവശ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. സാപത്താചരണങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കണം. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വേണ്ട പ്രാധാന്യം കൊടുക്കണം. ജീവിതത്തിൽ 1 മണിക്കൂറെങ്കിലും കർത്താവിന് മുന്നിൽ മുട്ടുമടക്കാൻ തക്കവിധം ഉള്ളിൽ ഉണർവും ആവേശവും ഉണ്ടാകണം. ദൈവിക കാര്യങ്ങളിൽ ഉണർവ് വേണം. ദൈവത്തിന് മുമ്പിൽ മുട്ടുമടക്കുന്നതിൽ ആവേശമുള്ള ഒരു ദൈവ പൈതലായിരിക്കാൻ കർത്താവിന് മുമ്പിൽ നമുക്ക് ഈ നിമിഷങ്ങളിൽ ആഗ്രഹിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഓ പിതാവേ, ജഡത്തിന്റെ മാർഗങ്ങളെയും ഭോഷത്വത്തിന്റെ വഴികളെയും വിട്ട് ദൈവാരാധനയുടെ ഒരു പൈതലാവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഇപ്പോൾ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും അരൂപി കൊണ്ട് നിറയ്ക്കണമേ. അവിടെ നിന്ന് പറഞ്ഞു, സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ ഞാൻ നിവേശിപ്പിക്കും. ദൈവമേ, ഇപ്പോൾ ഈ സ്വരം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന സകല ജഡത്തിന്റെ മേലും ആത്മാവിനെ നിവേശിപ്പിക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, 4 ദിശകളിൽ നിന്ന് ദൈവജനത്തിന്റെ മേൽ വന്ന് വീശണമേ. കുടുംബങ്ങളുടെ മേൽ വന്ന് വീശണമേ. വ്യക്തി ജീവിതങ്ങളുടെ മേൽ വന്ന് വീശണമേ. ദൈവാരാധനയെ കുറിച്ചുള്ള ആഴമേറിയ ബോധ്യങ്ങളാൽ നിറയ്ക്കണമേ. ശൂന്യതകളെല്ലാം ദൈവബോധ്യങ്ങൾ കൊണ്ട് നിറയട്ടെ. അന്ധകാരങ്ങളെല്ലാം ദൈവിക ബോധ്യത്തിന്റെ പ്രകാശം കൊണ്ട് ഇപ്പോൾ നിറയട്ടെ. സ്വർഗത്തിന്റെ ചൈതന്യം കൊണ്ട് നിറയട്ടെ. എല്ലാ തരത്തിലുള്ള വഷളത്വവും ഭോഷത്വവും മൂഢത്വവും നീങ്ങിപ്പോകട്ടെ. ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുമടക്കുന്നതിൽ ആവേശമുള്ള ജീവിതങ്ങളായി ഞങ്ങളുടെ ജീവിതങ്ങൾ രൂപാന്തരപ്പെടട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥനയ്ക്കുള്ള അഭിഷേകം തരണമേ. എല്ലാ ഞായറാഴ്ചകളിലും സാബത്ത് ആചരിക്കാനുള്ള അഭിഷേകം തരണമേ. ദൈവാരാധനയിൽ കൃപ തന്ന് വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ സ്തോത്രം, സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. നീ എന്റെ സങ്കേതവും നീ എന്റെ കോട്ടയും നീ എന്റെ പ്രാണനാഥൻ നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാനെൻ സർവവുമാ അടിയനിതാ. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാനെൻ സർവവുമാ അടിയനിതാ. കർത്താവിന്റെ സന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ ആരാധിക്കാം. പൂർണ്ണ ആത്മാവോടെ അവിടുത്തെ ആരാധിക്കാം. പൂർണ്ണ മനസ്സോടെ അവിടുത്തെ ആരാധിക്കാം. ദൈവത്തിന്റെ വചനം പുറപ്പാടിന്റെ പുസ്തകം 23-ാം അധ്യായം 25-ാം വാക്യത്തിൽ ദൈവമക്കളെ പഠിപ്പിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. ഇതാ നമ്മുടെ ദൈവം. ഇതാ ഈ ദൈവത്തിന് വേണ്ടിയാണല്ലോ നാം കാത്തിരുന്നത്. ഇതാ ദൈവം നമ്മോട് കൂടെ. ഈ ദൈവത്തിന്റെ മുമ്പിൽ, ജീവിക്കുന്ന കർത്താവിന്റെ മുമ്പിൽ, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവിന്റെ മുമ്പിൽ അവിടുത്തെ ആരാധിക്കുന്ന ഈ നിമിഷം വലിയ അനുഗ്രഹത്താൽ അവിടുന്ന് സമൂഹങ്ങളെ നിറയ്ക്കും. കുടുംബങ്ങളെ അവിടുന്ന് ഇപ്പോൾ സന്ദർശിക്കും. ജീവിതങ്ങളെ അവിടുന്ന് ഇപ്പോൾ രൂപാന്തരപ്പെടുത്തും. മദ്യപാനത്തിന്റെ പിടിയിൽ അമർന്നിരിക്കുന്ന ജീവിതങ്ങൾ, മയക്കുമരുന്നിന്റെ പിടിയിൽ അമർന്നിരിക്കുന്ന ജീവിതങ്ങൾ, കഠിനമായ രോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, എയ്ഡ്സ് രോഗങ്ങൾ, പലതരത്തിലുള്ള അസ്ഥി സംബന്ധമായ രോഗങ്ങൾ, മജ്ജ സംബന്ധമായ രോഗങ്ങൾ, ശിരസ് സംബന്ധമായ രോഗങ്ങൾ, സകല രോഗങ്ങളുടെ മേലും കർത്താവിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കും. ദൈവത്തെ ആരാധിക്കുന്ന സമൂഹത്തിൽ വിടുതലുണ്ട്. ദൈവത്തെ ആരാധിക്കുന്ന സമൂഹത്തിൽ സൗഖ്യമുണ്ട്. ദൈവത്തെ ആരാധിക്കുന്ന കുടുംബത്തിൽ അനുഗ്രഹമുണ്ട്. ദൈവത്തെ ആരാധിക്കുന്ന കുടുംബത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. കുടുംബം ഒന്നിച്ച് കർത്താവിനെ ആരാധിക്കുന്നു. ഹൃദയം തുറന്ന് കർത്താവിനെ ആരാധിക്കുന്നു. മുഴുവൻ മനസ്സോടും മുഴുവൻ ആത്മാവോടും മുഴുവൻ ശക്തിയോടും കൂടെ കർത്താവിനെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഈ നിമിഷങ്ങളിൽ സ്വർഗം തുറന്ന് അങ്ങയുടെ പ്രിയജനത്തിന്റെ മേൽ കൃപയുടെ അഭിഷേകം ഒഴുക്കണമേ. പ്രിയജനത്തിന്റെ മേൽ സൗഖ്യത്തിന്റെ അഭിഷേകം ഒഴുക്കണമേ. അങ്ങ് വിശുദ്ധ ലിഖിതങ്ങളിലൂടെ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും.
ഉപജീവന മാർഗങ്ങളുടെ മേൽ അങ്ങയുടെ ഇടപെടലുകൾ ഉണ്ടാകട്ടെ. ജോലിയില്ലാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ജോലി സംബന്ധമായ മേഖലകളിൽ അവിടുത്തെ ഇടപെടലുകൾ നൽകണമേ. ദുഃഖത്തിന്റെ പിടിയിൽ നിന്ന് മോചനത്തിനായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെ ദുഃഖത്തിന്റെ പിടിയിൽ നിന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിശാചിന്റെ അടിമത്തത്തിൽപ്പെട്ട് ദുഃഖത്തിൽ, പ്രയാസത്തിൽ, തകർച്ചയിലിരിക്കുന്ന കുടുംബങ്ങളെ തകർച്ചയിൽ നിന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങേ ആരാധിക്കുന്ന സമൂഹത്തിന്റെ മേൽ അങ്ങയുടെ കടാക്ഷമുണ്ടല്ലോ. ഗർഭഛിദ്രവും വന്ധ്യതയും ഗർഭഛിദ്രവും നിങ്ങളുടെ നാട്ടിൽ നിന്ന് പോലും ഞാൻ തുടച്ചു മാറ്റുമെന്ന വചനപ്രകാരം കുഞ്ഞുങ്ങളില്ലാത്ത കുടുംബങ്ങൾക്ക് ഇപ്പോൾ കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണമേ. ഒരു കുഞ്ഞിന് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെ ഇപ്പോൾ അവിടുന്ന് സന്ദർശിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ദൈവാരാധന നഷ്ടപ്പെട്ട കുടുംബങ്ങളിൽ ദൈവാരാധനകൾ അഭിഷേകം ഉണ്ടാകട്ടെ. ദൈവത്തിന് മുമ്പിൽ മുട്ടുമടക്കാൻ പറ്റാത്ത വിധം ജീവിതത്തിൽ നിന്ന് പ്രാർത്ഥനാരൂപി നഷ്ടപ്പെട്ടു പോയ കുടുംബങ്ങളിൽ ഇപ്പോൾ പ്രാർത്ഥനാരൂപിയെ വീണ്ടും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്ധ്യാപ്രാർത്ഥന ഇല്ലാത്ത കുടുംബങ്ങളിലേക്ക് സന്ധ്യാപ്രാർത്ഥന ആത്മാവിനെ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, ദൈവാരാധനകൾ അഭിഷേകത്താൽ ഇപ്പോൾ ലോകം നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അനുഗ്രഹിക്കണമേ, 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 അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പേര് തങ്കച്ചൻ. കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി രൂപതയിലെ കൂടഞ്ഞി എന്ന സ്ഥലത്ത് നിന്ന് വന്നതാണ്. ഏകദേശം 2 മാസം മുൻപ് ഒരു ശനിയാഴ്ച വൈകുന്നേരം എൻ്റെ ഭാര്യ വീടിൻ്റെ പരിസരത്ത് ഇളകിയിരുന്നൊരു കല്ലിന്മേൽ ചവിട്ടി പറഞ്ഞിട്ട് വീഴുകയും നടുവിന് സാരമായി വലിയ, അതായത് കുറച്ച് നീരും വേദനയായിരുന്നു. പിറ്റേ ദിവസം ഞായറാഴ്ച ആയതുകൊണ്ട് കോഴിക്കോട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ സാധിച്ചില്ല. അന്നേ ദിവസം ഞായറാഴ്ച 8:30 ശാലോം TV-യിൽ അഭിഷേകാഗ്നി എന്ന പരിപാടി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് സേവ്യരച്ഛൻ പറഞ്ഞു, TV കാണുന്നവർക്കും രോഗശാന്തി കിട്ടുമെന്ന്. അതിലുള്ള TV-യിലുള്ള പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ പങ്കുചേർന്നു. പിറ്റേ ദിവസം നേരം എടുത്ത് തിങ്കളാഴ്ച ഭാര്യയുടെ നടുവിൻ്റെ വേദനയും നീരും അപ്രത്യക്ഷമായി വേദന ഉണ്ടായില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തുതി, ദൈവത്തിന് നന്ദി, സ്തുതി, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ടിവിയിലെ പ്രാർത്ഥനയോട് ചേർന്ന് പ്രാർത്ഥിച്ചു. ആ സമയത്ത് രോഗശാന്തി കൊടുത്ത് കർത്താവ് ആ കുടുംബത്തെ അനുഗ്രഹിച്ചു. ഇടുക്കി കട്ടപ്പന. എൻ്റെ ഭാര്യയുടെ പേര് ബിജി. ഞങ്ങൾ രണ്ടുപേരും ഇംഗ്ലണ്ടിൽ ജോലി ചെയ്ത് വരികയായിരുന്നു. ഞങ്ങളിവിടെ നാട്ടിൽ ലീവിന് വേണ്ടി വന്നതാണ്. ലീവ് കഴിഞ്ഞിട്ട് എനിക്ക് പോകാൻ സാധിച്ചില്ല, ഇംഗ്ലണ്ടിൽ പോകാൻ സാധിച്ചില്ല. എനിക്ക് പോകുന്ന കാര്യത്തിൽ വളരെയധികം തടസ്സങ്ങൾ നേരിട്ടു. ഭാര്യ ഇംഗ്ലണ്ടിൽ പോവുകയും ചെയ്തു. ഇപ്പം ഞങ്ങൾ രണ്ട് സ്ഥലത്തായിട്ട് ഒത്തിരി മാനസികമായിട്ട് വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് ധ്യാനം കൂടാൻ വേണ്ടി വരുന്നത്. എന്നാൽ ധ്യാനം കൂടി കഴിഞ്ഞ ദിവസം കർത്താവ് എൻ്റെ കാര്യത്തിൽ ഇടപെട്ടതായി എനിക്ക് വളരെ അനുഭവം ഉണ്ടായി. ഇംഗ്ലണ്ടിൽ നിന്ന് ഭാര്യ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് പറഞ്ഞു എൻ്റെ കാര്യങ്ങളെല്ലാം പ്രോസസ്സെല്ലാം വീട്ടിൽ ശരിയായി, എനിക്ക് താമസിക്കാൻ പോകാൻ സാധിക്കുമെന്ന് വീണ്ടും കർത്താവിൽ നിന്ന് അറിയിപ്പ് കിട്ടിയിരിക്കുന്നു. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. കർത്താവേ സ്തുതി, കർത്താവേ സ്തോത്രം. വലിയൊരു അത്ഭുതമാണ് കർത്താവ് ചെയ്തിരിക്കുന്നത്. നിസ്സാരമായ കാര്യമല്ല, വലിയൊരു അത്ഭുതം ഈ ദാസന്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്തിരിക്കുകയാണ്. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.